ഹലോ ഫ്രണ്ട്സ്, ചെറിയ വീടുകളിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീട് 2400 സ്ക്വയർ ഫീറ്റിൽ സിമ്പിളായിട്ട് ചെയ്ത വീടാണ്. ഈ ഒരു പ്ലോട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 8.5 മീറ്റർ മാത്രമേ ഇതിന് വിടുത്തുള്ളൂ. ഇങ്ങനെയുള്ള ഈ ഒരു വീട്ടിലും അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്യാമെന്ന് തെളിയിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതുമാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയകൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐഡിയാസ് നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റെക്കോർഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലക്കൽ. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വീടിനകത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീടിനകത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ഡിസൈനുകളൊക്കെ ഒരുപാട് മോഡലിൽ നിന്ന് വന്നു. ഇൻറ്റീരിയറിൽ പുതിയ ഐഡിയാസുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോറിഡോറ്, ആ കോറിഡോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ കോറിഡോറിൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ലിവിങ്ങിനെ ഒന്ന് സ്പേഷ്യസ് ആക്കി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. ലിവിങ്ങുകളൊക്കെ പല സൈസുകളും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഏറ്റവും കുറഞ്ഞ സ്പേസിൽ മനോഹരമായിട്ട് ചെയ്ത ഒരു ലിവിങ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോർണർ സോഫ മനോഹരമായിട്ട് ഗ്രീൻ കളറിൽ ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന വലിയ വിൻഡോയെ ടോപ്പിൽ പ്ലൈയിൽ മൈക്ക് ഒട്ടിച്ച് ഒരു പെൽമെറ്റ് ഡിസൈൻ കൊടുത്തു. അതുപോലെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള കേർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വലിയൊരു പാർട്ടീഷൻ, ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിനെ ഇൻറ്റീരിയറിലാണ് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഈ കാണുന്ന ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലുള്ള ഗ്ലാസും കൊടുത്തു. ഇത് രണ്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന മെറ്റൽ സ്ട്രക്ചറാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു പാനൽ കാണാം. TV ഏരിയ ഈ ഒരു പാനലിങ്ങിൻ്റെ ബിഹൈൻഡിൽ കൊടുത്തിട്ടുണ്ട്. 2 കളർ മൈക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള TV യൂണിറ്റും. ഇത്രയും ഏരിയ ആണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ കൂടി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഈ ഒരു പാസേജ്, ഇതൊരു വലിയ ഓപ്പൺ സ്പേസാന്ന് പറഞ്ഞല്ലോ. ഇതേ ഓപ്പൺ സ്പേസ് തന്നെയാണ് ഈ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ ആണ് കേട്ടോ. ഡബിൾ ഹൈറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഷാൻഡിലിയർ കാണാം. അതുപോലെ പുറത്തുനിന്നുള്ള ജാളി വ്യൂകളും ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ബാൽക്കണി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ലിവിങ്ങിലേക്കുള്ള വ്യൂ കിട്ടും. ഇനി ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഇങ്ങോട്ടുള്ള പാർട്ടീഷനിൽ ഇവിടെ ഒരു ഡിസൈൻ കാണാം. ഇത് CNC കട്ട് ചെയ്ത മൾട്ടിവുഡിൽ CNC ചെയ്ത ഒരു ഡിസൈനാണ് കേട്ടോ. അതുപോലെ വുഡൻ മൈക്ക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ടീഷൻ്റെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു കോറിഡോറിൻ്റെ സീലിംഗ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതുണ്ട്. സാധാരണ പ്ലാസ്റ്റർ ചെയ്ത ഒരു സീലിംഗ് അല്ല ഇത്. നമ്മളെ എക്സ്പോസ് സീലിങ്ങിൻ്റെ മറ്റൊരു ഐഡിയ ആയ എക്സ്പോസിൻ്റെ കൂടെ പുട്ടി വർക്ക് മാത്രം ഡയറക്റ്റ് ചെയ്തൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ വുഡനായിട്ടുള്ള ഷാൻഡലിയേഴ്സ് പാസേജിനെ മനോഹരമാക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള സിൽവാൻ്റെ അസർവ ടൈലുകളാണ് ഇവിടെ മനോഹരമാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മൊറോക്കൻ പാറ്റേൺ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു കോറിഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്പേസ്, സാധാരണ ലിവിങ് കഴിഞ്ഞാൽ ഡൈനിങ് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്പേസ്. അതിലൊരു ഊഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 അടി അല്ലെങ്കിൽ 3 അടി സൈസിൽ വരുന്ന ഊഞ്ഞാലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഊഞ്ഞാൽ നിൽക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ നേരെ താഴെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെയാണ് ഈ ഒരു മൊറോക്കൻ പാറ്റേൺ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഈ ഒരു ഹാളിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം ഇവിടെ സ്റ്റെയർ ഏരിയ ആണ്. മെറ്റലിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ വുഡൻ സ്റ്റെയർ ആണ് അല്ലെങ്കിൽ വുഡൻ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ ഗ്രൂ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ സീലിങ്ങിലേക്ക് മേലേക്ക് ഒന്ന് നോക്കുക. മേലെ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പൺ സ്പേസ് മേലെ വരുന്നുണ്ട്. ലിവിങ്ങിനെ ജസ്റ്റ് മേലെ ഒരു ലിൻഡൽ ഹൈറ്റ് അല്ല, സാധാരണ ഹൈറ്റ് അല്ല, 3 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു വാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കും കാണാം വലിയൊരു പാർട്ടീഷൻ. ഇവിടെയും ഡിസൈൻ ചെയ്ത ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് മിറർ ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് ഡൈനിങ് വരുന്നത്. ഇനി സ്റ്റെയറിലേക്ക് ഒന്ന് കയറി നോക്കാം. ഞാൻ പറഞ്ഞു ഇത് മെറ്റൽ സ്റ്റെയർ ആണ്. മെറ്റലിൽ താഴെ കാണാൻ 2 പൈപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം GI ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിലും ഇതുപോലെ ചെയ്തു. ഈ GI ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാൻഡിൽ കൊടുത്തത്, അല്ലാതെ വുഡല്ല ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ സ്റ്റെപ്പുകൾ പൂർണ്ണമായിട്ടും വുഡാണ്. ഈ ഒരു ഏരിയയിലുള്ള ഈ വാളിനെ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഇതെല്ലാം പുട്ടി വർക്കാണ്. പുട്ടിയിൽ ഈ ടെക്സ്ചർ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ഡിസൈൻ ആട്ടോ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ മൊറോക്കൻ ടൈലിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഷിംഗ് ഏരിയ കൂടാതെ ഇവിടെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട്. നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വെറുതെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിടാതെ ഡിസൈൻ ചെയ്തിട്ട്
ടൈലുകൾ ഇതുപോലെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് കോർട്ട്യാർഡിൻ്റെ ഫ്ലോറിങ് നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വലിയ വിൻഡോ കാണില്ലേ, ഈ വീട്ടിലേക്ക് വേണ്ട മാക്സിമം ലൈറ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിൻഡോകൾ സഹായിച്ചിട്ടുണ്ട്. അത് നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് ഒന്നും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഒരു സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഡൈനിങ് ആണ് ഇനി കാണാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ ഒരു കോറിഡോർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വലിയൊരു നാനോ വൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ. നാനോ വൈറ്റ് ടേബിളൊക്കെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ടേബിളിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ മാർബിളിൽ ഒരുപാട് ഡിസൈനുകൾ ഇങ്ങനെ വരുന്നുണ്ട്. കുറേ ഡിസൈനുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാർ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഡൈനിങ് സ്പേസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാർട്ടീഷൻ വളരെ നന്നായിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ, ഒന്ന് ലൈറ്റ് ഇങ്ങോട്ട് മാക്സിമം എൻ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വിസിബിലിറ്റി നമുക്ക് എന്താ പറയുക ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. കാരണം ഇപ്പോൾ ഇതുപോലുള്ള മോഡുലാർ കിച്ചണുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാം, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് പലർക്കും സംശയം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഒരു സിമ്പിളായിട്ടുള്ള മോഡുലാർ കിച്ചണാണ് നമ്മൾ കാണുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ മോഡുലാർ കിച്ചൺ ചെയ്യുകയും എന്നാൽ വീട്ടിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം വീട്ടിൽ നമുക്കൊരു മോഡുലാർ കിച്ചൺ വേണമെന്ന് വാശി പിടിക്കും, പിന്നീട് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്ന് അറിയാത്ത ആളുകൾ. എന്നാൽ ഈ ഒരു കാണുന്ന മോഡുലാർ കിച്ചൺ കാണില്ല, സിമ്പിളായിട്ടുള്ള മോഡുലാർ കിച്ചൺ, അതിന് വേണ്ടത്ര പ്രൈവസി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തുടങ്ങുകയാണ്, വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൗണ്ടറുകളെല്ലാം ബ്ലാക്ക് മൈക്കയാണ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന പ്രൊഫൈൽ ഹാൻഡിലും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ടോപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മൾ ടേബിളിൽ കണ്ട സെയിം ടോപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഗ്രേ ഗോൾഡ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ആക്സസറീസ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് നിങ്ങൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ആവശ്യത്തിന് പ്രധാനമായിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് ഇതുപോലുള്ള പുൾ ഔട്ട്, അതുപോലെ തന്നെ GTPT അല്ലെങ്കിൽ പ്ലേറ്റ് ട്രേ എങ്കിലും നിങ്ങൾ മിനിമം ഒരു മോഡുലാർ കിച്ചണിൽ സെറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്. അത് നിർബന്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ കുറേ സ്റ്റൗവും അതേപോലെ തന്നെ സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാതെ ഒരിക്കലും മോഡുലാർ കിച്ചൺ ചെയ്യരുത്. മറ്റൊരു കാര്യമാണ് ഇതുപോലുള്ള എയർ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളോ കാര്യങ്ങളൊക്കെ വെക്കുന്ന ട്രാക്ക് നിങ്ങളത് കൊടുക്കാതെ ഇരിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് കളറിലാണ് ടോപ്പൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. വലിയ ഡോറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലുള്ള അപ്പർ കൗണ്ടർ കൊടുക്കുകയാണെങ്കിൽ മേലേക്ക് തുറക്കുന്ന രീതിയിൽ ചെയ്യാം. ഇതുപോലെ ഓപ്പൺ ഷെൽഫുകൾ കൊടുക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ കൗണ്ടർ എല്ലാ മോഡുലാർ കിച്ചണിലും ഉണ്ടാവും. കൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് കൊടുക്കുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ടൈലൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാർബിൾ ഗ്രാനൈറ്റ് അതുപോലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഭംഗിയിൽ തന്നെ വുഡൻ ഷെയ്ഡിലാണ് ഈ ഒരു ഡിസൈൻ കണ്ടിന്യൂ ചെയ്തു വന്നിരിക്കുന്നത്. ഈ ഒരു എൽ ഷേപ്പ് ഈ ഒരു ഡിസൈനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്പോട്ട് ലൈറ്റും. ഇനി ഇവിടെ മനോഹരമായിട്ടുള്ള രണ്ട് ബാർ സ്റ്റൂളുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടും ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ കാണാം. ഇവിടെ വലിയൊരു റൂം സ്പേസ് ഉണ്ട്, അലക്കൽ അതുപോലെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അതാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വാളിൽ ക്ലാഡിങ് ടൈല് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റൈലാട്ടോ വന്നിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വാൾ ടൈൽ തന്നെയാണിത്. ഈ ഒരു കിച്ചണിലേക്ക് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കളർ കോമ്പിനേഷനും ഈ വൈറ്റ് കളർ കോമ്പിനേഷനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായ സിമ്പിളായിട്ടുള്ള ഒരു കിഡ്സ് റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ഫ്ലോർ ആട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിലും സിമ്പിളായിട്ടുള്ള ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കട്ടിൽ ബെഡ് കോട്ടിൻ്റെ ഡിസൈനാണ് ഇതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. കിഡ്സ് റൂമിന് പറ്റിയ രീതിയിലൊരു കളർ കോമ്പിനേഷനിൽ ലൈറ്റ് ബ്ലൂ ബെഡ് കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സൈഡിലേക്ക് കാണാം സാധാരണ ടേബിളിന് അപ്പുറം ഒരു സ്റ്റഡി ഏരിയ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ തിങ്സ് സ്റ്റോർ ചെയ്യാനൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു സൈഡ് ടേബിൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹെഡ് ബോർഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും പെയിൻറ്റിലാണ് ഹെഡ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ബോർഡ് വാൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെയൊക്കെ പിങ്ക് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. എന്നാൽ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നത് റെക്സിനിലാണ്. ഇവിടെ നിങ്ങൾക്ക് കുട്ടികളുടെ ഒക്കെ ആയതുകൊണ്ട് കൂടുതൽ ഫാബ്രിക്കിലേക്ക് പോകാതെ റെക്സിൻ കൊടുക്കുകയാണ് കുറച്ചുകൂടെ ആപ്റ്റ്. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് സെയിം കളർ കോമ്പിനേഷനിൽ
സിമ്പിളായിട്ട് 3 ഡോർ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് പ്ലസ് മൈക്കയിലാട്ടോ ഈ കളർ കോമ്പിനേഷനും ഈ ഒരു മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ അതിൻ്റെ ഒരു യൂണിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റൂമുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളാക്കാൻ ശ്രമിക്കുക. കാരണം കുട്ടികളുടെ റൂമാണ്, ഏറ്റവും പെട്ടെന്ന് ഡാമേജ് ആവുന്ന റൂമുമാണ്. അങ്ങനെ ഒരു ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത റൂമാണ്. പ്രത്യേകിച്ച് ഇതാ ഈസി ക്ലീനബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള ഐഡിയാസൊക്കെയാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മനോഹരമാക്കിയ റൂമിൽ കൊടുത്തിരിക്കുന്ന കേർട്ടൻ ദാ റോമൻ ബ്ലൈൻസ് ആണ്. അതുപോലെ ഈ ഒരു സൈഡിലും റോമൻ ബ്ലൈൻസ് ആണ്. ഇതിനെ കവർ ചെയ്ത് ഒരു പിങ്ക് കളറുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായില്ല ഈ കിഡ്സ് ബെഡ്റൂം. ഈ റൂമിൻ്റെ സൈസ് വരുന്നത് 360 340 സൈസിലാട്ടോ വരുന്നത്. ഭംഗിയുള്ള ഇതുപോലുള്ള ബെഡ്ഷീറ്റുകളൊക്കെ കിഡ്സ് റൂമിൽ കൊടുത്താൽ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആകും. ഈ ഒരു ബെഡ്റൂം ടോയ്ലറ്റ് അറ്റാച്ച്ഡ് സൗകര്യത്തിൽ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായ ഒരു മാസ്റ്റർ ബെഡ്റൂം കണ്ടോളതാ. സിമ്പിൾ ആയിട്ടുള്ള ഏരിയകളിൽ മാസ്റ്റർ ബെഡ്റൂം ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു റൂമാണ്. ഏറ്റവും സൈസ് എന്ന് പറയുമ്പോൾ 360 380 സൈസുള്ള ഒരു സ്പേസ്. അതിൽ ഇത്രയും ഡിസൈൻ ഇൻറ്റീരിയറിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ കാണുന്ന ബെഡ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഹെഡ് ബോർഡ് റെക്സീനിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വോളിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ PVC ഷീറ്റ് കൊടുത്ത് അതിൻ്റെ മേലെയാണ് ഈ റെക്സിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ബോർഡിൽ ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടുണ്ടെങ്കിലും മേലെ മൈക്ക ഡിസൈൻ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൂട്ടഡ് പാനലിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു ഭാഗം കുറച്ച് ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുമ്പോൾ അതിനെ ബൗണ്ടറി കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാം മൈക്കയിലാണ്. നമ്മൾ കിഡ്സ് റൂമിൽ കണ്ടതുപോലെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പലപ്പോഴും റൂമിൽ ഒരു ടേബിൾ ഇടാനുള്ള സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഐഡിയാസ് ഉപയോഗിക്കാം. ഇവിടെ ഫുള്ളായിട്ട് വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൽ പ്ലൈവുഡ് പ്ലസ് മൈക്കയിലാണ് ചെയ്ത്. അപ്പർ യൂണിറ്റും കൂടെ കവർ ചെയ്തിട്ടാണ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ റൂമിലൊക്കെ നമുക്കറിയാം ഇതേപോലെ 2.10 ഹൈറ്റിൽ വാർഡ്രോബ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു ഡിസൈൻ എല്ലാം കൂടെ കൊള്ളിക്കാതെ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി കിട്ടാറില്ല. കട്ട് ചെയ്തെടുത്ത പോലെയുള്ള ഒരു ഡിസൈൻ വരും. അങ്ങനെ വരാത്ത രീതിയിൽ ഇത് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലേക്ക് കേട്ടോ ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. മിറർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലാമ്പാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു പാനൽ WPC കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ ഇവിടെ യൂണിറ്റ് ഒന്ന് താഴ്ത്തി ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രസ്സിങ് ഏരിയ ഹൈറ്റ് ആണ്. ഇത് നമുക്കൊരു ഇരിപ്പിടത്തിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ കൂടി മാക്സിമം സ്റ്റോറേജ് കൊടുക്കുന്ന രീതിയിൽ ഇത് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു റൂമിനെടുത്ത് പറയേണ്ടത് വിൻഡോ ഒക്കെ എല്ലാം റോമൻ ബ്ലൈൻസ് ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുന്ന സിംഗിൾ വിൻഡോയെ ഈ ഒരു എലമെൻറ്റ് ഒരു ഡിസൈൻ ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇതിലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. മാസ്റ്റർ ബെഡ്റൂം ചെറുതാണെങ്കിലും അത് ഗ്രാൻഡ് ആക്കുക എന്നുള്ളതാണല്ലോ. വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുക കേട്ടോ. കയറുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ പൂർണ്ണമായിട്ടും ഈ സ്റ്റെയർ വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടിങ് ഫുള്ള് മെറ്റലാണ്. ഇവിടെയൊക്കെ ഇതാ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വാഗയാണ് മരം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഹാൻഡിൽ മെറ്റലാട്ടോ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വര ആർട്ട് വർക്ക് അടിപൊളിയാണ്. ശരിക്കും വുഡൻ വർക്കിൻ്റെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ ബാൽക്കണിയിലൊക്കെ വരുമ്പോൾ മെറ്റലിൽ നിങ്ങൾക്ക് വരക്കാൻ പറ്റും. അതാണ് നല്ലത്. ഈ സ്റ്റെയർ ഏരിയ അട്രാക്റ്റ് ആക്കുന്നത് ഈ ലൈറ്റോ കാര്യങ്ങളൊന്നും അല്ല. ഈ കാണുന്ന ടെക്സ്ചർ വർക്കാണ്. ഗ്രേ കളറിലാണ് കേട്ടോ. ആ ഒരു സ്റ്റെയർ ഏരിയ നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറിൽ പൂർണ്ണമായിട്ട് 1800 600 എന്നുള്ള ടൈല് സെയിം കളർ ഡിസൈനാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ടൈലുകളുടെ സൈസ് എന്ന് പറഞ്ഞാൽ 6.4 പിന്നെ 1800 600 പിന്നെ 4.2 ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആംബിയൻസ് കിട്ടണമെങ്കിൽ 6.4 അല്ലെങ്കിൽ 8.4 ഒക്കെ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വലിയ സ്പേസിൽ. ചെറിയ സ്പേസിലാണെങ്കിൽ 4.2 പറ്റുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ. ഇവിടെ കാണുന്ന ഡിസൈൻ കണ്ടില്ലേ, ഒരു റെഡ് ബ്രിക്കിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ അല്ല ടെറാക്കോട്ടയുടെ കളർ കോമ്പിനേഷൻ. ഇത് ജാളിയിലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോണുകൾ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയ മൺബ്രിക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. മൺബ്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽ ഒന്നും മാർക്കറ്റിലുണ്ട് ടെറാക്കോട്ടയിൽ. ഇവിടെ കണ്ടില്ലേ ഷാൻഡിലിയർ ഈ ഒരു സീലിംഗ് ജിപ്സം സീലിംഗ് സിമ്പിളായിട്ട് ചെയ്തതെന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. വലിയ ഷാൻഡിലിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വോയിഡിനൊക്കെ മനോഹരമാക്കാം. കാരണം താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ ടൈലിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഡിസൈൻ ആയിരിക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് താഴേക്കുള്ളത്. ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
8.5 മീറ്റർ വിടുത്താണ് വരുന്നത്. 8 മീറ്ററിൽ എങ്ങനെയായാലും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ വാളുകളെല്ലാം കൺജസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാത്ത രീതിയിൽ കൂടുതൽ ഓപ്പണിങ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ വരുന്ന പുറത്തുനിന്ന് കാണുന്ന വലിയ വിൻഡോ കണ്ടില്ലേ, ആ വിൻഡോയുടെ ഒരു ലൈറ്റ് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ആകണമെന്ന ലക്ഷ്യത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു വലിയ ഹാൾ കാണാം. ഇവിടെയൊന്നും കൂടുതൽ ഇൻറ്റീരിയർ വർക്കോ കാര്യങ്ങളൊന്നും ഫിനിഷ് ആയിട്ടില്ല. വലിയ കർട്ടൻ, അതുപോലെ അതിൻ്റെ പെൽമെറ്റ് ഡിസൈന് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നുണ്ട്, അതുപോലെ പ്രെയർ റൂം വരുന്നുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ബെഡ്റൂമും ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന 2 ബെഡ്റൂമിൽ മെയിൻ ബെഡ്റൂം ഇതാ ഈ കാണുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിംപിൾസിറ്റി. അതാണ് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമ്മൾ ബെഡ്റൂം ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളാക്കി തന്നെയാണ് നല്ലത്. ഇവിടെ ഹെഡ് ബോർഡിലൊന്നും കൂടുതൽ ഡിസൈനോ കാര്യങ്ങളോ ആഡ് ചെയ്തിട്ടില്ല. ഹെഡ് ബോർഡെല്ലാം പ്ലെയിൻ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ മൈക്ക ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള വിൻഡോകൾ 2 വിൻഡോയെ ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടോ. സാധാരണ ഫ്രെയിം ചെയ്യുന്നതിന് പകരം ഇത് ടോപ്പിലേക്ക് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബെഡ് കോട്ടിൻ്റെ ഡിസൈന് സിമ്പിളായിട്ട് ബെഡിനെ ഹാങ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഈസി ക്ലീനബിൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. പ്ലൈവുഡിൻ്റെ കൂടെ മൈക്ക വൈറ്റ് കളറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊരു മിറർ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലുള്ള റൂമുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുറത്തേക്ക് വ്യൂ ഉള്ള റൂമിന് ഏറ്റവും നല്ലത് ഇതുപോലുള്ള UPVC ഡോറുകളാണ്. UPVC ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ടഫൻ ഗ്ലാസ്സിൽ കിട്ടും. അതുപോലെ തന്നെ ബാൽക്കണി ഏറ്റവും സിമ്പിളാണ്. ബാൽക്കണിയിൽ നമുക്ക് നേരെ റോഡിലേക്കുള്ള വ്യൂ ആയതുകൊണ്ട് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയറോ അല്ലെങ്കിൽ ഊഞ്ഞാലോ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാൻ പറ്റും. ഈ മനോഹരമായ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷനാണ്. ഗ്രേ, ക്രീം, ഓറഞ്ച്, ആ ഒരു കളർ കോമ്പിനേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഓറഞ്ച് ഫുള്ള് ജാളിയിലാട്ടോ വന്നിട്ടുള്ളത്. മെയിനായിട്ട് വരുന്ന കോളംസ് ഈ കാണുന്ന 2 കോളംസാണ്. ഇതിൽ രണ്ടാമത് വരുന്ന കോളത്തിനെ ഒന്നും കൂടെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ടൈല് കൊണ്ടാണ് ഇങ്ങനെ മനോഹരമാക്കിയിരിക്കുന്നത്. ഒരുപാട് രീതിയിൽ കോളം പാനലിങ് ചെയ്യുക, അല്ലെങ്കിൽ കോളത്തിനെ ക്ലാഡിങ് ചെയ്യാറുണ്ട് സ്റ്റോണുകളൊക്കെ ഉപയോഗിച്ച്. ഇവിടെ റാൻഡമായിട്ട് കട്ട് ചെയ്ത ടൈലുകളാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊക്കെ കൊടുത്തിരിക്കുന്ന സ്പോട്ട് ലൈറ്റ് അല്ലെങ്കിൽ ഈ വോൾ ലൈറ്റുകൾ രാത്രിയിൽ വളരെ നന്നായിരിക്കും. ഇനി ഈ ഒരു ഏരിയയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഫ്ലോറിങ്ങിൻ്റെ ഡിസൈനാണ്. ഈ ഒരു കളർ കോമ്പിനേഷന് മാച്ച് ചെയ്യുന്ന അത് സെയിം ടൈല് കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റിന് പകരം ഫുൾ ബോഡി ടൈലുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിൻ്റെ എഡ്ജിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ടൈലുകളുണ്ടല്ലോ, നമ്മൾ 6x4 ടൈല് വലുത് GVT കൊടുത്തതാണ്. അതിൽ ബ്ലാക്ക് അപ്പോക്സിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു സിമ്പിൾ കോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിൽ സിറ്റ് ഔട്ടുകൾ ഉണ്ടാവും, ഒരു സിറ്റ് ഔട്ടാണല്ലോ ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോ സ്റ്റെപ്പിലും നീളം കൂട്ടിയിട്ട് അതിനെ സിറ്റ് ഔട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് ഇത്ര ദൂരം നടന്നു വന്നതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിലാണ് ഈ ഒരു സിറ്റിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ലെവലിനെ തൊട്ടടുത്ത ലെവലിലേക്കാണ് അടുത്ത സിറ്റ് ഔട്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പുകൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാത്ത രീതിയിലാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് മനോഹരമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിറ്റ് ഔട്ടിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ സീലിംഗ് ഡിസൈനാണ്. സീലിങ്ങിൽ എക്സ്പോസ്ഡ് സീലിംഗ് കൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എക്സ്പോസ്ഡ് സീലിങ്ങിൽ വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ ഇന്ന് ആളുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു ഡിസൈനാണ് ഇത്. നമ്മുടെ ഷീറ്റിനെ കവർ ചെയ്യാൻ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റിൻ്റെ താഴെ ചെറിയ ഡിസൈനുകൾ കൊടുത്തതാണ്. അത് പല രീതിയിൽ എക്സ്പോസ്ഡ് സീലിങ്ങുകൾ ചെയ്യുന്നുണ്ടെന്ന് അതിൽ ലീഫിൻ്റെ ഡിസൈനൊക്കെ വരുന്ന രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സീലിംഗ് ഉണ്ട്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്ന ഏരിയയിൽ സീലിങ്ങിൽ ഒരു വലിയ ലീഫ് കൊടുത്ത് അതിനെ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു വീടിൻ്റെ എക്സ്പോർട്ട് സീലിംഗ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം. ഇനി ഇതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാം. എക്സ്റ്റീരിയറിൽ നമ്മൾ ഫ്രണ്ട് എലവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ജാളിയുടെ ഡിസൈൻ ഒരു റെക്റ്റാങ്കിൾ എലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ക്ലാഡിങ് സ്റ്റോൺ വരെ നേരത്തെ നമ്മളിവിടെ കണ്ട സെയിം ക്ലാഡിങ് ഐഡിയ ടൈലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിങ് വന്നിരിക്കുന്നത് ട്രോപ്പിക്കൽ മോഡേൺ കൺസെപ്റ്റിലാണ്. ട്രസ് വർക്ക് ചെയ്തിട്ടാണ് റൂഫ് ചെയ്തിട്ടുള്ളത്. അതുപോലെ
താഴെ സീലിംഗ് ഓട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനിലുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് വലിയൊരു ഗ്ലാസ് വിൻഡോ തന്നെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് എലിവേഷനിൽ. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എൽ ഷേപ്പിലാണ് ഈ ടൈലിൻ്റെ പൊസിഷൻ, അല്ലെങ്കിൽ ആ ടൈൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് റാൻഡമായിട്ട് കട്ട് ചെയ്ത് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ഡിസൈനറുടെ ഒരു സ്കെച്ചിങ്ങിൻ്റെ മികവ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ജാളി കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പ് ജാളികൾ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് നമ്മുടെ ചാനലിലുണ്ട്. ഇതിലൊരു നാച്ചുറലായിട്ടുള്ള സിമ്പിൾ ജാളി, അതിൻ്റെ കൂടെ 2-3 ഡിസൈൻ എക്സ്ട്രാ കൂടുതൽ വെൻറ്റിലേഷന് വേണ്ടിയിട്ടും ജാളികൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ വിൻഡോയുടെ ഡിസൈനാണ്. സാധാരണ വിൻഡോ കൺസെപ്റ്റിനും അപ്പുറം വലിയ വിൻഡോകൾ വന്നിരിക്കുകയാണ്. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വലിയ വിൻഡോകൾ കൊടുക്കുമ്പോൾ എന്ത് ഡിസൈൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുത്തിനെയുള്ള 2 വിൻഡോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇത് കാണാം ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് മാത്രം ഓപ്പണബിൾ. അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വിൻഡോ കൊടുക്കുക എന്ന് വെച്ചാൽ കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും മുഴുവനായിട്ട് അടച്ചിടാതെ അത് ഓപ്പണബിൾ ആയിട്ടുള്ള 1-2 ഏരിയകൾ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ വീടിൻ്റെതാ വലിയ വിൻഡോകൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വലിയൊരു മെറ്റൽ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരുന്നത്. അതിലെ ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെളിച്ചം മാത്രമാണ് നമ്മളെ ലക്ഷ്യം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭംഗിയിൽ അതിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിൽ പലപ്പോഴും പലരും കോംപ്ലിക്കേഷൻ പറയാറുള്ളത് ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ സാധാരണ 2.10 ഹൈറ്റിൽ ഒരു ലിൻഡൽ പാസ് ചെയ്യും. ഓക്കെ, വീടിൻ്റെ വർക്ക് നടക്കുമ്പോൾ ലിൻഡലിൽ ഈ ഒരു ഭാഗത്ത് ലിൻഡൽ ഇടാതെ ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് കൺഫ്യൂഷനാണ്, അത് ബലം കിട്ടുമോ, പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെയുള്ള കോൺഫിഡൻറ്റ് എഞ്ചിനീയർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലുള്ള ഡബിൾ ഹൈറ്റിലുള്ള വിൻഡോകൾ ചെയ്യാം. അപ്പോൾ ഡബിൾ ഹൈറ്റിൽ വിൻഡോ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഫുൾ ഹൈറ്റിൽ വരുന്ന വിൻഡോയുടെ സെൻറ്ററിലുള്ള ബീമിനെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വീടിൻ്റെ ലിൻഡൽ ചെയ്യുന്ന സമയത്ത് ലിൻഡൽ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് കാണുന്ന ഈ വലിയ പ്ലോട്ടിൽ 3-4 വീടുകളുണ്ട് കേട്ടോ. അതിൽ സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന വീടാണ്. കോഗ്രീനയുടെ ജാവിർ ഉണ്ട് ഇവിടെ. ജാവിർ, അടിപൊളിയായിട്ടുള്ളൊരു വീട്, അടിപൊളി ഡിസൈൻ. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? അതെയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ ഇവിടെ പ്രധാനപ്പെട്ടൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ ഈ ഒരു 3 വീടുകൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 4ാമത്തെ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവിടെ പറയുമ്പോൾ ഈ സ്ഥലം തന്നെ നിങ്ങൾക്കറിയാം, ആ മറ്റു വീടുകൾ ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഇവിടെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. അതെ അതെ അതെ. അപ്പോൾ അതിലേക്കുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് 8.5 മീറ്റർ ആണ് ഈ ഒരു സ്ഥലം അല്ലേ? 8 മീറ്റർ. ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് 8 മീറ്റർ വീതിക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലോട്ടൊരു 16 മീറ്റർ നീളത്തിലാണ് പ്ലാൻ സെറ്റ് ചെയ്തത്. ഓക്കെ. അതിൽ പിന്നെ ഈ ഒരു പാസേജ് വഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 2 ഭാഗത്തേക്കും ബെഡ്റൂംസ്, മറ്റു നമ്മളെ ആവശ്യങ്ങൾ, ഡൈനിങ്, ലിവിങ് സെറ്റ് ചെയ്തിട്ട് പാസേജ് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ടാണ് ചെയ്തത്. ഓക്കെ, ഒരു നീളം ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഒന്ന് ടൈല് കട്ട് ചെയ്തിട്ടാണ് വാൾ ക്ലാഡിംഗ് ഒക്കെ ചെയ്തത് അല്ലേ? അത് റാൻഡം ഡിസൈൻ നമുക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്ത ഒരു ഐഡിയ കിട്ടില്ല. അങ്ങനെ തന്നെ ഡ്രോയിങ് സെറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തതാണ്, കട്ട് ചെയ്തതാണ്. 2400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി മനോഹരമായിട്ടുള്ള ചെയ്ത ഈ ഒരു വീട് ഏകദേശം എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ട്? ഇത് 49.5. അപ്പോൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ് അല്ലേ? ഈ കാണുന്ന വീടുകൾക്കൊന്നും തടസ്സം വരാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് മെയിൻ ആയിട്ട് ഈ 8.5 മീറ്ററിൽ നമ്മൾ ഇതിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തത്. ഓക്കെ, അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ്. താങ്ക് യു പരിചയപ്പെടുത്തിയതിന്. അത് മാത്രമല്ല ഈ ഒരു വീടിൻ്റെ ഡിസൈൻ കണ്ടിട്ട് ഒരുപാട് സ്പേസ് കുറവുള്ള ആളുകളുണ്ടാവും, അവർക്കും കൂടെ ഇത് യൂട്ടിലൈസ് ആവട്ടെ. താങ്ക് യു.